പറവൂരിൽ വി ഡി സതീശൻ പിന്നിലാണ് എന്ന ഒരു 243 വോട്ടുകൾക്ക് പറവൂരിൽ വി ഡി സതീശൻ പുറകിൽ പോയിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ എത്തുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവാണ്. 243 വോട്ടുകൾക്ക് പറവൂരിൽ വി ഡി സതീശൻ പുറകിൽ പോയിരിക്കുന്നു എന്ന വിവരം ഈ ഘട്ടത്തിൽ വരികയാണ്. അതേസമയം തളിപ്പറമ്പിൽ LDFന്റെ ലീഡ് 809 മാത്രമാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ സനോജ് പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട LDF ക്യാമ്പുകൾ ശ്രദ്ധയോടെ നോക്കുന്ന ഒന്ന്, ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷിന്റെ ലീഡ് 6516 മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കാം, കുറ്റ്യാടി രണ്ടാം റൗണ്ടിലും UDF മുന്നിൽ 830 ലീഡ് നേടിയിരിക്കുന്നു. രണ്ടാം റൗണ്ടിൽ പാറക്കൽ അബ്ദുള്ള അവിടെ കുഞ്ഞഹമ്മദ് മാസ്റ്ററിനേക്കാൾ രണ്ടാം റൗണ്ടിലും UDF ആണ്. ഒന്നാം റൗണ്ടിലും UDF ആയിരുന്നു. നേരിയ ലീഡ് ഇപ്പോൾ അത് രണ്ടാം റൗണ്ടിലും നിലനിർത്തുന്നു. ആകെ ലീഡ് 830. 91 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFും 45 LDFും ലീഡ് ചെയ്യുന്നു. നേരത്തെ 5 ആയിരുന്നു, അതിപ്പോൾ 4 ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിവരങ്ങൾ വരുന്നു. നമുക്ക് മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി നോക്കാം. ബാലുശ്ശേരി നേരത്തെ സൂചിപ്പിച്ചു, അതുപോലെ തിരുവമ്പാടി സൂചിപ്പിച്ചു, കൊയിലാണ്ടി സൂചിപ്പിച്ചു. ഇനി ഇപ്പോൾ ആകെ നോക്കിയാൽ 91-45 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തരൂരിൽ വർദ്ധിപ്പിക്കുന്നു. അതായത് 3628 വോട്ടായി ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചാലക്കുടിയിൽ UDF 840 വോട്ടായി ലീഡ് നിൽക്കുന്നു. കുന്നത്തൂരിൽ UDF ലീഡ് വർദ്ധിപ്പിക്കുകയാണ്. 1678 വോട്ടാണ്. അതുപോലെ തന്നെ പുനലൂരിൽ LDF 206 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. അത് കുറവാണ്, വളരെ കുറവാണ് അവരെ സംബന്ധിച്ച്. കാരണം 10-35 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ UDFന്റെ കാണാൻ കഴിയുന്നുണ്ട്. സാലി മുഹമ്മദ് ലൈനിലുണ്ട്. സാലി, ഈ ഘട്ടത്തിൽ ലീഡുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വളരെ ശ്രദ്ധിക്കുന്നത് പറവൂരിൻ്റെ സ്ഥിതിയാണ്. വളരെ നേരിയ ചെറിയ വോട്ടുകൾക്കാണെങ്കിലും പ്രതിപക്ഷ നേതാവ് പിന്നിലാണ് എന്നൊരു വിവരമുണ്ടല്ലോ. എന്തുകൊണ്ട്, ഏതു ഭാഗമാണ് എണ്ണുന്നത്? എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം UDFും LDFും കണക്ക് കൂട്ടുന്നത്? തെക്കേക്കര പഞ്ചായത്തിലെ ആദ്യത്തെ 2 ഘട്ടങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. അതായത് 28 വരെയുള്ള ബൂത്തുകൾ. അതിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു റിസൾട്ട് എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. 243 വോട്ടാണ് ആദ്യ റൗണ്ടിൻ്റെതാണല്ലേ? ആദ്യ റൗണ്ടിൻ്റെതാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇനി വരുമ്പോൾ വി ഡി സതീശൻ മുന്നിലേക്ക് പോകാനുള്ള പ്രദേശങ്ങൾ തന്നെയാണുള്ളത്. ഇത് സാധാരണ നിലയിൽ കവിഞ്ഞ ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇത്തവണ പിന്നിലേക്ക് പോയി വി ഡി സതീശൻ. അതായത് 2021 അദ്ദേഹം പിന്നിൽ പോയി എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കില്ല അല്ലേ? ഇല്ല, 2021 അത് ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു ഈ പ്രദേശം എണ്ണിയപ്പോൾ. പക്ഷെ അത് ഓക്സിലറി ബൂത്തൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യം കണക്ക് വ്യക്തമല്ല. പക്ഷെ ഒരു 354 വോട്ടിന് സതീശൻ ലീഡ് ചെയ്തിരുന്നു. അത് ഇത്തവണ 243 വോട്ടിന് സതീശൻ പിന്നിൽ പോയി എന്നുള്ളതാണ് സാഹചര്യം. ശരി, അതാണ് പറവൂരുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ആകെ നോക്കിയാൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 51 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. CPIM 27 ലീഡ് ചെയ്യുന്നു. മുസ്ലിം ലീഗ് 15 ലീഡ് ചെയ്യുന്നു. CPI 9 ലീഡ് ചെയ്യുന്നു. കേരള കോൺഗ്രസ് M 4 ലീഡ് ചെയ്യുന്നു. BJP 3 ലീഡ് ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 3 ലീഡ് ചെയ്യുന്നു. RSP 3 ലീഡ് ചെയ്യുന്നു. RSP ആണ് അക്കൂട്ടത്തിൽ പോളടിച്ചത് അല്ലെ? കുന്നത്തൂര്, അതുപോലെ തന്നെ ഇരവിപുരം, ചവറ